down though? What came down? The crash. The other trade center's down. It's down. It's down. സെപ്റ്റംബർ 11 ബോസ്റ്റൺ എയർപോർട്ടിൽ നിന്നും ലോസ് ആഞ്ചലസിലേക്ക് പോകേണ്ടിയിരുന്ന അമേരിക്കൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 11 എന്ന വിമാനം ട്രേഡ് സെന്ററിന്റെ നോർത്ത് ടവറിലേക്ക് ഇടിച്ചു കയറുകയാണ്. ഈ ഒരു സമയത്ത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോർജ് ബുഷ് ഫ്ലോറിഡയിലെ ഒരു സ്കൂളിൽ 2ാം ക്ലാസ് വിദ്യാർത്ഥികളുമായിട്ട് റീഡിംഗ് എക്സസൈസിൽ പങ്കെടുക്കുകയായിരുന്നു. ഈ വിവരം അറിഞ്ഞപ്പോൾ അദ്ദേഹം കരുതിയിരുന്നത് ഇത് സാധാരണമായ ഒരു വിമാനാപകടമായിട്ടാണ്. അദ്ദേഹം മാത്രമല്ല, അമേരിക്കയിലെ ജനങ്ങളെല്ലാം കരുതിയിരുന്നത് ഇത് സാധാരണയായിട്ടുള്ള ഒരു വിമാനാപകടമായിട്ടാണ്. എന്നാൽ ഏകദേശം 15 മിനിറ്റിന് ശേഷം ബോസ്റ്റൺ എയർപോർട്ടിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ള മറ്റൊരു വിമാനവും ഇങ്ങനെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ സൗത്ത് ടവറിലേക്ക് ഇടിച്ചു കയറുകയാണ്. ഇതുകൂടിയായപ്പോൾ ഇത് സാധാരണമായ വിമാനാപകടമല്ല എന്നും ഇത് കരുതി കൂട്ടിയിട്ടുള്ള ഒരു ഭീകരാക്രമണമാണെന്നും എല്ലാവരും തിരിച്ചറിയുകയാണ്. ഈ ഒരു വിവരം ചീഫ് ഓഫ് സ്റ്റാഫ് അമേരിക്കൻ പ്രസിഡന്റിനെ അറിയിക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ കുട്ടികളുമായിട്ട് റീഡിംഗ് എക്സസൈസിൽ തന്നെ തുടരുകയായിരുന്നു. ഈ വിവരം അറിഞ്ഞപ്പോൾ ബുഷിന്റെ മുഖത്ത് വലിയൊരു പരിഭ്രമമൊന്നും കാണിക്കാതെ അദ്ദേഹം അവിടുത്തെ കുട്ടികളുമായി 7 മിനിറ്റോളം ചെലവഴിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം അവിടെ നിന്നും മടങ്ങുന്നത്. എന്താണ് ശരിക്കും അന്ന് സംഭവിച്ചത്? അമേരിക്കൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 11 ബോസ്റ്റൺ എയർപോർട്ടിൽ നിന്നും പുറപ്പെട്ട് കുറച്ചു സമയങ്ങൾക്ക് ശേഷം 5 പേരടങ്ങുന്ന സംഘം റാഞ്ചുകയാണ്. ഈ സംഘത്തിലെ തലവനായിരുന്ന മുഹമ്മദ് ആട്ട വിമാനം പറത്തുന്നതിനുള്ള ലൈസൻസ് നേടിയിരുന്നു. അയാൾ ആ വിമാനത്തിന്റെ കൺട്രോൾ ഏറ്റെടുക്കുകയും ആ വിമാനം വഴിതിരിച്ച് ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ നോർത്ത് ടവറിലേക്ക് ഏകദേശം 8:46 ആവുമ്പോൾ ഇടിച്ചു കയറുകയാണ് ഉണ്ടായത്. ഇതുപോലെ തന്നെ ബോസ്റ്റൺ എയർപോർട്ടിൽ നിന്നും പുറപ്പെട്ടിട്ടുള്ള അമേരിക്കൻ എയർലൈൻസിന്റെ മറ്റൊരു വിമാനമായ ഫ്ലൈറ്റ് 175ഉം ഇങ്ങനെ 5 പേരടങ്ങുന്ന സംഘം റാഞ്ചുകയാണ്. ഈ വിമാനവും മുന്നേ പറഞ്ഞ വിമാനത്തെ പോലെ തന്നെ വഴി തിരിച്ചുവിട്ട് ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ സൗത്ത് ടവറിലേക്ക് ഏകദേശം 9:03 ആവുമ്പോൾ ഇടിച്ചു കയറുകയാണ്. ഇതേ സമയം മറ്റു 2 വിമാനങ്ങൾ കൂടി ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന് അമേരിക്കയിലെ ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചു. ലണ്ടനിൽ നിന്നും ലോസ് ആഞ്ചലസിലേക്ക് പോയിക്കൊണ്ടിരുന്ന അമേരിക്കൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 77ഉം ന്യൂജേഴ്സിയിൽ നിന്നും കാലിഫോർണിയയിലേക്ക് പോയിക്കൊണ്ടിരുന്ന യുണൈറ്റഡ് എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 93യുമാണ് ആ 2 വിമാനങ്ങൾ. ഈ 2 വിമാനങ്ങളും വാഷിംഗ്ടൺ DC-യെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യം 9:37 ആയപ്പോൾ അമേരിക്കൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 77 അമേരിക്കയുടെ സൈനിക ആസ്ഥാനമായ പെന്റഗണിലേക്ക് ഇടിച്ചു കയറുകയാണ്. പ്രശ്നം ഇത്രത്തോളം ഗുരുതരമായതുകൊണ്ട് അന്ന് അമേരിക്കയുടെ കംപ്ലീറ്റ് എയർ സ്പേസും ഷട്ട് ഡൗൺ ചെയ്യുകയാണ്. ഇനി വാഷിംഗ്ടൺ DC-യിൽ പ്രധാനപ്പെട്ട 2 ബിൽഡിങ്ങുകളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് വൈറ്റ് ഹൌസും 2 ക്യാപിറ്റോൾ ബിൽഡിംഗുമാണ്. ക്യാപിറ്റോൾ ബിൽഡിംഗ് എന്നത് അമേരിക്കയിലെ നിയമനിർമ്മാണ സംവിധാനമാണ്, നമ്മുടെ ഇന്ത്യയിലെ പാർലമെന്റ് പോലെ. എന്നാൽ ഈ ഫ്ലൈറ്റ് 93 വാഷിംഗ്ടൺ DC-യിലേക്ക് എത്തുന്നില്ല. അതിനു മുമ്പ് തന്നെ ആ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്ന ആളുകൾ തങ്ങൾ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി ഹൈജാക്കേഴ്സിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ ശ്രമത്തിനൊടുവിൽ ആ വിമാനത്തിന് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് 24 വർഷങ്ങൾക്ക് ശേഷവും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ആ വിമാനം ആളൊഴിഞ്ഞ ഒരു പ്രദേശത്തിലേക്ക് പോയി ക്രാഷ് ആവുകയാണ്. അങ്ങനെ ആ വിമാനത്തിലെ ഹൈജാക്കേഴ്സ് അടങ്ങുന്ന യാത്രക്കാരെല്ലാവരും മരണപ്പെടുകയാണ്, അല്ലെങ്കിൽ കൊല്ലപ്പെടുകയാണ്. ഈ ഒരു അക്രമത്തിൽ 9/11 അക്രമത്തിൽ അമേരിക്കയിൽ ഏകദേശം 3000-ഓളം വരുന്ന ആളുകൾ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ 6000-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ ഒരു ആക്രമണം കഴിഞ്ഞ് കുറച്ചു സമയങ്ങൾക്ക് ശേഷം അമേരിക്കൻ ഗവൺമെന്റ് ഇതിനു പിന്നിൽ ബിൻ ലാദനാണ് എന്ന് പറഞ്ഞ് പുറത്തുവിടുകയാണ്. എന്നാൽ ആദ്യമൊക്കെ ബിൻ ലാദൻ ഈ ഒരു
കാര്യം നിഷേധിച്ചെങ്കിലും പിന്നീട് 2004 നടത്തിയ ഒരു അഭിമുഖത്തിൽ ബിൻ ലാദൻ തങ്ങളാണ് ഈ ഒരു അക്രമത്തിന്റെ ഉത്തരവാദി എന്ന് ഏറ്റെടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ബിൻ ലാദൻ ഇത്തരത്തിലുള്ള കൃത്യം ചെയ്തത്? ഇത്രയും ആൾക്കാരെ കൊല്ലുന്നതിന് അദ്ദേഹത്തിന് അമേരിക്കയോട് എന്ത് വിദ്വേഷമാണ് ഉണ്ടായത്? ഈ ഒരു അക്രമത്തിന്റെ ഉത്തരവാദിത്തമേറ്റ ബിൻ ലാദനെ അമേരിക്ക പിന്നീട് എങ്ങനെ പിടികൂടി? അമേരിക്ക തങ്ങളുടെ പ്രതികാരം എങ്ങനെ വീഴ്ത്തി? എന്താണ് അമേരിക്കയെയും ഇസ്രായേലിനെയും മറ്റു രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? അമേരിക്ക പിന്നീട് തുടർന്നിട്ടുള്ള നടപടികൾ എന്തൊക്കെയാണ് എന്നത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം.